നമസ്കാരം, എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒക്ടോബർ മന്തിൽ നിങ്ങളുടെ ലൈഫിലുള്ള മെയിൻ തീംസ് എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഓറഞ്ച് പെന്നാണ് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് പെന്നാണ്. അപ്പോൾ നിങ്ങൾ ഏത് പെന്നാണ് ചൂസ് ചെയ്യുന്നത്, ഓറഞ്ച് ആണോ അല്ലെങ്കിൽ ബ്ലാക്ക് ആണോ എന്നനുസരിച്ചാണ് നിങ്ങളുടെ റീഡിങ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഡെക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടീ ലീഫ് ഓറക്കിൾ ഡെക്കാണ് ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ റീഡിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ മെസ്സേജസിന് വേണ്ടിയിട്ട് 4 എഗ്രിമെൻ്റ് ഓറക്കിൾ ഡെക്ക് കൂടുതൽ മെസ്സേജസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് സ്പെഷ്യൽ മെസ്സേജസിന് വേണ്ടിയിട്ട് ബുക്ക് ഓഫ് ആൻസേഴ്സും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓറഞ്ച് പെൻ ചൂസ് ചെയ്തവരുടെ മെയിൻ തീം എന്തായിരിക്കും, ഈ ഒക്ടോബർ മന്തിലെ മെയിൻ തീം എന്തായിരിക്കും നമുക്ക് നോക്കാം. ഓറഞ്ച് ചൂസ് ചെയ്തവരുടെ മെയിൻ തീം എന്തായിരിക്കും, ഒക്ടോബർ മന്തിലെ ഓറഞ്ച് ചൂസ് ചെയ്തവരുടെ മെയിൻ തീം എന്താണ്? അപ്പോൾ ഓറഞ്ച് ചൂസ് ചെയ്തവരുടെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ മാരേജ് ആയിരിക്കാം. ഒന്നാമത്തെ തീം മാരേജ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ തീം മാരേജ്. ഒക്ടോബർ മന്തിലെ ഓറഞ്ച് ചൂസ് ചെയ്തവരുടെ മെയിൻ തീം ഒന്നാമത്തെ കാർഡ് നമുക്ക് മാരേജ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ തീം എന്താണെന്ന് നോക്കാം. ഓറഞ്ച് പെയിൻ ചൂസ് ചെയ്തവരുടെ രണ്ടാമത്തെ തീം എന്തായിരിക്കും? രണ്ടാമത്തെ തീം ഹാപ്പിനെസ് ആണ്. അപ്പോൾ രണ്ടും നമുക്ക് കണക്ട് ചെയ്ത് വായിക്കാം. ഓറഞ്ച് പെൻ ചൂസ് ചെയ്തവരുടെ ഒന്നെങ്കിൽ നിങ്ങളുടെ മാരേജ് നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും മാരേജ് നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഡിസ്കഷൻ അവിടെ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാണിക്കുന്നത്. അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാനുള്ള സാധ്യത. അപ്പോൾ ഒരു ഗ്രൂപ്പുകാർക്ക് മാരേജ് നടക്കുന്നതാവാം, രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്ക് ഓറഞ്ച് പെണ്ണിൽ തന്നെയാണ് പറയുന്നത്. രണ്ടാമത്തെ ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും രീതിയിൽ ഹാപ്പിനെസ് വരുന്നതാവാം. അതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ഡെക്കിൽ നിന്ന് കുറച്ച് കാർഡ്സ് എടുക്കാം. ഗ്രൂപ്പ് നമ്പർ 1. ഗ്രൂപ്പ് നമ്പർ 1ന് ആദ്യത്തെ കാർഡ് ഇതുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാർഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വാലി എന്നാണ്. വാലി പറയുന്നത് ഡീപ് പേഴ്സണൽ സ്ട്രെങ്ത് ആൻഡ് പീസ് ദാറ്റ് അഷ്യൂർ സക്സസ്. അതായത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു സ്ട്രെങ്ത്തും പീസും ഉണ്ട്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾക്ക് വളരെയധികം സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൂടാതെ ശാന്തതയും സമാധാനവും നിങ്ങളുടെ സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് വാലി പറയുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് ഈ ഡോൺ മിഗേൽ റൂയിസിൻ്റെ 4 എഗ്രിമെൻ്റ് ഓറക്കിൾ ഇതിൽ നിന്നുള്ള കാർഡ്സ് നോക്കാം. എന്താണ് നിങ്ങളുടെ മെസ്സേജ് എന്നുള്ളത് നോക്കാം. അപ്പോൾ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് മേക്ക് അസംഷൻ എന്നുള്ളതാണ് നിങ്ങളുടെ മെസ്സേജ്. നിങ്ങൾ ഒരു കാര്യത്തിലും അസംഷൻസ് ഉണ്ടാക്കരുത്. റീലിൻക്വിഷ് ദ നീഡ് ടു ചേഞ്ച് അതേഴ്സ്. മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാനുള്ള നിങ്ങളുടെ ഇതുണ്ടാവില്ല, ഒരു ഇൻറ്റൻഷൻ, അത് നിങ്ങൾ മറക്കണം. അതായത് മറ്റുള്ളവർ നമുക്കൊരിക്കലും അവരുടെ ഫോഴ്സ്ഫുള്ളി നമുക്കൊരു വ്യക്തിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആ വ്യക്തി ചേഞ്ച് ആവണമെങ്കിൽ ആ വ്യക്തി തന്നെ വിചാരിക്കണം. ആ ഒരു ഇതാണ് ഈ തീമാണ് ഈ കാർഡിൽ പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെ പറ്റി നിങ്ങൾ അസംഷൻസ് ഉണ്ടാക്കാതിരിക്കുക. ഇനി നമുക്ക് ബുക്ക് ഓഫ് ആൻസേഴ്സിന് ഓറഞ്ച് പെന്നുള്ള ആൾക്കാർക്ക് വേണ്ടി ബുക്ക് ഓഫ് ആൻസേഴ്സിൽ നിന്ന് എന്ത് ഇതാണ് കിട്ടിയിട്ടുള്ളത് നോക്കാം. ബുക്ക് ഓഫ് ആൻസേഴ്സിൽ നിന്ന് ഓറഞ്ച് ടീം സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓക്കെ. ഇറ്റ് സീംസ് അഷ്യൂർഡ് എന്നുള്ളതാണ് നിങ്ങളുടെ റീഡിങ്. ഇറ്റ് സീംസ് അഷ്യൂർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ പരിശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ ആ കാര്യം എന്തായാലും നടക്കും. അപ്പോൾ ഈ കാർഡുകളും ഈ മെസ്സേജും തന്നെ നമുക്ക് എല്ലാം റിലേറ്റ് ചെയ്ത് പറയാൻ സാധിക്കുന്നത്. ഈ മന്ത് എന്ന് പറയുന്നത്, ഒക്ടോബർ മന്ത് എന്ന് പറയുന്ന ഓറഞ്ച് പെൻ ചൂസ് ചെയ്തവർക്ക് വളരെ സന്തോഷത്തിൻ്റെ മാസമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അതുകൂടാതെ നിങ്ങൾക്ക് നല്ല ഡീപ്പ് പേഴ്സണൽ സ്ട്രെങ്ത്തും പീസും വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരെയും ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. മറ്റുള്ളവരെ പറ്റി അസംഷൻസ് മറ്റുള്ളവരെ പറ്റി എന്തെങ്കിലും വിചാരങ്ങൾ നിങ്ങൾ അസംഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ കുറേ ആളുകൾക്ക് ഹാപ്പിനെസ് ആൻഡ് മാരേജിൻ്റെ ചാൻസസും, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും മാരേജിനെ പറ്റി ചിന്തിക്കുകയാണ്, മാരേജ് തന്നെ വേണമെന്നില്ല, ഒരു എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ സിംഗിളായിട്ടുള്ളവർക്ക് ഒരു റിലേഷൻഷിപ്പിലോട്ട് എൻ്റർ ചെയ്യാനുള്ള സാധ്യതയോ ഇതൊക്കെ ഈ കാർഡ്സിലൂടെ കാണിക്കുന്നുണ്ട്. ഓക്കെ.
അപ്പോൾ അതാണ് ഞാൻ ഓറഞ്ച് ഫയൽ ചൂസ് ചെയ്തവർക്ക് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഓറഞ്ച് പെൻ ചൂസ് ചെയ്തവർക്ക്, ഇനി നമുക്ക് ബ്ലാക്ക് പെൻ ചൂസ് ചെയ്തവരുടെ എന്താണെന്ന് നോക്കാം. അടുത്തത് ബ്ലാക്ക് പെൻ ചൂസ് ചെയ്തവർക്കുള്ളതാണ് കേട്ടോ. ബ്ലാക്ക് പെൻ ചൂസ് ചെയ്തവർക്കുള്ള മെയിൻ തീം എന്തായിരിക്കും? മേജർ തീം ഫോർ ചൂസിങ് ബ്ലാക്ക് പെൻ. ഓക്കെ, ബ്ലാക്ക് പെൻ ചൂസ് ചെയ്തവരുടെ മേജർ തീം എന്ന് പറഞ്ഞാൽ കരിയർ ആണ്. ഒന്നാമത്തെ കാർഡ് കരിയർ ആണ്. ബ്ലാക്ക് പെൻ ചൂസ് ചെയ്തവർക്ക് മേജർ തീം ഓഫ് മന്ത് കരിയർ ആയിരിക്കും. നിങ്ങളുടെ കരിയർ ആയിരിക്കും ബ്ലാക്ക് പെൻ ചൂസ് ചെയ്തവർക്ക്. ഒരു കാർഡ് കൂടി ഫോർ ബ്ലാക്ക് പെൻ. ഓക്കെ, നിങ്ങൾക്കും ഹാപ്പിനെസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവർക്കും സെക്കൻഡ് പയൽ ചൂസ് ചെയ്തവർക്കും ഹാപ്പിനെസ് കോമൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കരിയറിൻ്റെ തീമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഫെർദർ കാർഡ്സ് എന്താണെന്ന് നോക്കാം. ഫെർദർ കാർഡ് ഈ ഡെക്കിൽ നിന്ന് ഒരു കാർഡ് കൂടി ഞാൻ എടുക്കുന്നുണ്ട്. 1-2 കാർഡ്സ് നമ്മൾക്ക് എടുക്കാം. ഓക്കെ, ചെയർ എംപ്റ്റി, സമ്മൺ ഈസ് ലിവിങ് യുവർ ലൈഫ്. ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള കാർഡ്. അപ്പോൾ ബ്ലാക്ക് പെൻ ചൂസ് ചെയ്തവർക്ക് നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾ കരിയറിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഈ മാസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. കരിയർ ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് ഒരു പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ അവൈറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്, അവർക്കൊക്കെ ഈ മാസം വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൂടാതെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു വ്യക്തി പടിയിറങ്ങി പോകാനുള്ള സാധ്യത കാണിക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് കരിയറുമായി റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കരിയറിൽ ഒരു ബോസ് നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു മെൻറ്ററോ ആരെങ്കിലും നിങ്ങളെ വളരെയധികം കൊളീഗോ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകാനുള്ള സാധ്യതയും അതിലൂടെ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടാനുള്ള സാധ്യതയുമാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഫോർ എഗ്രിമെൻ്റ് ഓറക്കിൾ ഡെക്കിൽ നിന്നുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഫോർ പൈൽ 2 ഹൂ ചൂസ് ദ ബ്ലാക്ക് പെൻ. ഓക്കെ, ഒരു കാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങളൊരു ബ്യൂട്ടിഫുൾ ഡ്രീം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബി ഇംപെക്കബിൾ വിത്ത് യുവർ വേർഡ്സ്. നിങ്ങൾ എന്ത് വേർഡാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം എന്താണോ ആ ശബ്ദം നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം സംസാരിക്കാൻ. നിങ്ങളുടെ ഓരോ വാക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കരിയറിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ ഡ്രീം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഡ്രീം കരിയർ ഉണ്ടെങ്കിൽ ആ ഡ്രീം കരിയറിന് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു മന്തായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ബുക്ക് ഓഫ് ആൻസേഴ്സിൽ നിന്ന് ഒരു മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഫോർ പൈൽ ബി, ഫോളോ ദ അഡ്വൈസ് ഓഫ് എക്സ്പേർട്സ്. അപ്പോൾ ഈ ബ്ലാക്ക് പെൻ ചൂസ് ചെയ്തവർക്കുള്ള മെയിൻ മെസ്സേജ് കരിയറിനെ റിലേറ്റ് ചെയ്തിട്ടും ഹാപ്പിനെസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുമാണ്. അപ്പോൾ കരിയർ നിങ്ങൾക്ക് ഈ കരിയർ വൈസ് നിങ്ങളുടെ ലൈഫ് വളരെ നല്ലതായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു എക്സ്പേർട്സിൻ്റെ അഡ്വൈസ് ഫോളോ ചെയ്തിട്ട് വേണം കരിയറിൽ നിങ്ങളുടെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇൻ്റർവ്യൂ സക്സസ് ഒക്കെ കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾ സംസാരിക്കുന്ന വേർഡ്സ് വളരെ ശ്രദ്ധിച്ച് വേണം സംസാരിക്കാൻ. പിന്നെ നിങ്ങൾ ജോബിൽ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാൻ പോവുകയാണെങ്കിൽ, മേജർ ഡിസിഷൻസ് എടുക്കാൻ പോവുകയാണെങ്കിൽ എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രമേ ഡിസിഷൻസ് എടുക്കാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വ്യക്തി പടിയിറങ്ങി പോകാനുള്ള സാധ്യത, അതായത് അത് കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഒരു ബോസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കൊളീഗ് ഉണ്ട് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതയും ഈ മന്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടൈം സ്റ്റാമ്പ്സ് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.